അതുകൊണ്ടൊരു മുസ്ലിം എന്ന നിലയിൽ നമ്മളെ ജനങ്ങൾ 4 കണ്ണുകൊണ്ടാണ് കാണുന്നത്, 2 കണ്ണുകൊണ്ടല്ല. ഒരു മുസ്ലിം ഒരു കാര്യം ചെയ്യുമ്പോൾ അതൊന്ന് ചർച്ചയാണ്. അതുകൊണ്ട് നമ്മുടെ ദീനിനെയാണത് ബാധിക്കുന്നത്, അള്ളാഹുവിൻ്റെ ശരീഅത്തിനെയാണത് മുറിവേൽക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഒരു സ്വഭാവ ദൂഷ്യം കാരണം ദീനിനെ തെറ്റിദ്ധരിക്കപ്പെടുന്ന അവസ്ഥ വരരുത്. അതുകൊണ്ട് നിങ്ങൾ ഹിക്മത്തോടുകൂടെയാണ് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ആളുകളെ പരിചയപ്പെടുത്തേണ്ടത്. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇലത്തിൽ ഹസന. ഇനിയൊരു സംവാദം നടക്കുകയെന്ന് വിചാരിക്കുക. അവിടെ പറഞ്ഞത് ഹസന എന്നല്ല, അഹ്സൻ എന്നാണ് പറഞ്ഞത്. സംവാദം നടക്കുകയാണ്. അപ്പോൾ 2 കൂട്ടർക്കും ജയിക്കണം എന്നായിരിക്കും ആഗ്രഹം. കൈയടിക്കാനൊക്കെ കൂട്ടത്തിൽ വാടകയ്ക്ക് ഒരാളെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടാവും. 2 കൂട്ടർക്കും ജയിക്കണം എന്നാ വേണം. ആര് ജയിക്കണം എന്നല്ല, നമുക്ക് അയാളിൽ നിന്ന് സത്യം പഠിക്കണം എന്നല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി സംവാദങ്ങൾക്ക് പോകാറുണ്ട്. ഇമാമുന അബൂ ഹനീഫത്തു നുഅ്മാൻ തങ്ങൾ സംവാദങ്ങൾക്ക് പോകാറുണ്ട്. പക്ഷേ സംവാദങ്ങൾക്ക് ഇറങ്ങുമ്പോൾ അവർ ദുആ ചെയ്യും, അല്ലാഹുമ്മ അരിനിൽ ഹഖ്ഖ അലാ യദൈ ഖസ്മി. പടച്ചവനെ, ഞങ്ങളുടെ പ്രതിയോഗികൾ ആരാണോ അവരുടെ കൈകളിലൂടെ സത്യം ഞങ്ങൾക്ക് കാണിച്ചു തരയണമേ. അതാണ് അതിൻ്റെ ശുദ്ധത, അല്ലേ? നമ്മളെന്താ പറയാ, നമ്മൾ തന്നെ ജയിക്കണേ പടച്ചവനെ, നാളെ തോൽക്കരുതേ. നമ്മുടെ കയ്യിൽ സത്യമാണെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കണം, നമ്മൾ അതാണ് വിശ്വസിക്കുന്നത്. പക്ഷേ നമ്മുടെ കൽബിൻ്റെ ഉള്ളിൽ ഒരു നിഷ്കളങ്കമായ ഒരു ചിന്ത വേണം. എങ്ങാനും നമുക്ക് മനുഷ്യരെല്ലാം നമുക്ക് തെറ്റുപറ്റാലോ, ആ തെറ്റുകളെ തിരുത്താൻ. ഇപ്പോൾ ഒരു മറ്റു മതവിശ്വാസിയാവട്ടെ ആരാവട്ടെ, പലരിൽ നിന്നും പലതും നമുക്ക് പഠിക്കാനുണ്ടാവും. ഒരു സംവാദത്തിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ചു പോയ വിഷയം നമ്മൾ ജയിച്ചിട്ടുണ്ടാവാം, പക്ഷേ അതിനപ്പുറത്ത് വേറെയും ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടാവാം. അത് പഠിക്കാനുള്ള പാഠങ്ങളാണ്. എപ്പോഴും നമ്മൾ മറ്റുള്ളവരിൽ നിന്നൊരു ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാക്കണം. ഏതൊരു നെഗറ്റീവും ഒരു പോസിറ്റീവായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയാൻ, അല്ലേ? സംവാദങ്ങൾ നടക്കുമ്പോൾ അല്ലാഹു തആല പറയുന്നത്, വജാദിൽഹും ബില്ലതീ ഹിയ അഹ്സൻ. അവരോട് സംസാരിക്കുമ്പോൾ അവരിങ്ങോട്ട് ചിലപ്പോൾ മോശമായ പദപ്രയോഗങ്ങൾ നടത്തും. ചിലതൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ ഇരിക്കുന്ന സംവാദമായിരിക്കും. ഇപ്പുറത്തുള്ളവർ പണ്ഡിതന്മാരെ വകവെക്കാത്തവരുണ്ടായിരിക്കും. അതൊക്കെ പുരോഹിതന്മാരാണെന്ന് വിചാരിക്കുന്നവരുണ്ടാവും. അവർക്കൊന്നും ഒന്നും തിരിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഇപ്പുറത്ത് വന്നിരുന്ന് അവരെയൊക്കെ അവഹേളിക്കുന്നത് കാണുമ്പോൾ തിരിച്ചു മറുപടി പറയുന്നിടത്താണ് നമ്മുടെ ദീൻ പ്രതിഫലിക്കേണ്ടത്. ആ മറുപടി പറയുന്നിടത്തെ നല്ല മറുപടി, ഒരു 100 മറുപടി നല്ലതുണ്ടെങ്കിൽ അതിൽ ഏറ്റവും നല്ലതെടുത്തിട്ടാണ് അവിടെ മറുപടി പറയേണ്ടത്. സംവാദത്തിൽ ഏറ്റവും ഡീസൻ്റായിട്ടാണ് സംസാരിക്കേണ്ടതെന്ന്. അതുകൊണ്ടാണ് വജാദിൽഹും ബില്ലതീ ഹിയ അഹ്സൻ. ദഅവത്ത് ചെയ്യുമ്പോൾ മൗഇലത്തിൽ ഹസന, നല്ലത്. സംവദിക്കുമ്പോൾ അഹ്സൻ, ഏറ്റവും നല്ല പദപ്രയോഗങ്ങളാണ് നടത്തേണ്ടതെന്ന്. ഇതൊക്കെ നടത്താനുള്ള ക്ഷമയുള്ളവരതിന് പോയാൽ മതി.